യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഈശോയ്ക്കൊരു വാം റിസപ്ഷൻ തരണമെന്നുണ്ടായിരുന്നു. ബട്ട് വലിയ പശ്ചാത്താപമൊന്നും വേണ്ട സർ. വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീകരണം കിട്ടി. ഐ തിങ്ക് someone wants to stop me. ബി കെയർഫുൾ. ലീവ് എടുക്കുന്നതാ ബുദ്ധി. But it's interesting. തേങ്ങാക്കൊല. എൻ്റെ ഈശോയെ, നവഡേയ്സ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യണത് സെൻട്രൽ റേഞ്ചിൽ നിന്നാണ്. 4 SP മാരും ഒരു കമ്മീഷണറും തൻ്റെ കൂടെ തലയും കുത്തി നിന്നാൽ പോലും ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത കാണുകയല്ല. ക്രിമിനൽ ജംഗിളാത്. ഇത്തരം ക്രിമിനൽ ജംഗിളിൽ ഹണ്ടിങ് നടത്താനാണ് എനിക്കിഷ്ടം. നല്ല ഇര്. എടോ, താൻ എന്നതാ കരുതിയിരിക്കുന്നേ? VIP-കളുടെ പുറകിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് തെമ്പോത്തിനെ പോലെ കഴുത്ത് നീട്ടി വട്ടം കറക്കി കൈയും പുറകെ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ? അത് കളി വേറെയാ. യു വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു പീസസ്. പിന്നിൽ ഒളിപ്പിച്ച കോൾ സ്നിപ്പ് ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോണൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ IPS ക്യാപ്പ് മാത്രം പോരാ സാർ. അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം. അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ദാ ഇതുപോലിരുന്ന് വട്ടം ചുറ്റാനേ കഴിയും. അതേടോ, ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ, സമ്മതിച്ചു. അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. താനങ്ങ് ചെന്ന് കിളച്ചു നോക്ക്, അപ്പൊ അറിയാം വിവരം. ഇവിടെ മധ്യമേഖലാ DIGയുടെ കസേരയിൽ ഇരിക്കാൻ ഈ ഡൽഹി വോക്കൽ പോറിംഗ് ഒന്നും മതിയാവില്ല പണിക്കരെ. സെൻട്രൽ റേഞ്ച് എന്ന് പറയുന്ന പപ്പടവട്ടം ഉണ്ടല്ലോ, ഒട്ടുപാല നിറച്ചു വെച്ചിരിക്കുന്ന ചിരട്ടയാ. അതിൽ കാലൊന്നു കുത്തിയാൽ ഊരി പോരാൻ കുറെ ദണ്ണിക്കും. അറിയാം സർ. മധ്യമേഖലയിലെ എഫ്ലുവന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. കല്ലറയിലടക്കിയ പെൺ ശവങ്ങളെ പോലും ശവക്കുഴിയിലിട്ട് ഉപയോഗിക്കുന്ന നെക്രോമാനിയാക് അപ്ടൗൺ. 100% ലിറ്ററസി, 100% ലാറ്റക്സ്, 100% ലിക്കർ. ഇവയെല്ലാം ചേർത്ത വെൽ കോമ്പിനേറ്റഡ് റബ്ബർ ജംഗിൾ. മധ്യ തിരുവിതാംകൂറിന്റെ കാവൽ പിതാവായ പാലാ മാമച്ചന്റെയും അയാളുടെ അപ്പോസ്തലനായ MLA മോനായുടെയും ഹൈറേഞ്ച് പയസ് കാളിയാറച്ചന്റെയും യുണൈറ്റഡ് കിങ്ഡം. Don't touch them. Leave them free. They are fireballs. തൊട്ടാ കൈ പൊള്ളുവേ. Don't waste your precious time with this garbage. Sure. എനിക്ക് ഇപ്പം തോന്നി തുടങ്ങി ഞാൻ എൻ്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ് അങ്ങയോടൊപ്പം. Well, I just came to report that I am on duty as DIG Central Range. Goodbye for the time being. Present arms. General salute. Look arms. Order arms. Where is Mr. Anwar? അൻവർ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു സർ. Domestic problem. Idiot. അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും? I want him on duty immediately. നീ ഇവിടം വരെ കയറി വന്നല്ലേ? അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്റെ ഗോഡ് ഫാദർ കാളിയാർ ഡോൺ? സ്റ്റേറ്റ് പോലീസിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് 6 footer. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. I understand. കാൽ കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കള പിള്ളേർ. That's all.
അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കുക. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീപോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം. സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണോ? അല്ല സർ, കോൺവെന്റിൽ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ, സർ. എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സർ. ആരാ? ദീനാമ്മ ഇവിടുത്തെ പെരിയ സാറേ. ആ അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്റെ നല്ലയുടെ കാര്യല്ല, ഇവിടത്തെ മദർ ഉണ്ടോന്നാ. അതാണോ? മടത്തിനുള്ളിൽ കാണും. പൊടിയെടുത്ത് ദാ ഇവിടെയാണ് സർ. ഓ ഈ മുറിയിൽ വെച്ചാണ് സർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് താൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. അങ്ങനെ സംഭവിക്കും. ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടി. പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ. ആണല്ലോ. ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല. ഇംബൈസലോ മൊറോണോ അല്ല. ഡൾ നോർമൽ അല്ല. നോർമലും ആവറേജും അല്ല. വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ? ഇല്ല സർ. ആ എടുത്തോ. ഒരു പേപ്പറിങ് എടുത്തേ. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം, ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റ യാചനയെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. ഇതെന്തിനാണ് സർ? ഈ സൂയിസൈഡ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കീ നോട്ട്. ഈ കീ വെച്ച് വേണം ഇനി പല പൂട്ടുകളും തുറക്കാൻ. ഇപ്പൻ മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സർ എന്തു പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കിടന്നിട്ട് ഒരു പൂട പോലും ഇല്ല. എന്ന് പറയുന്ന പോലെ മധുര കടന്നിടത്തൊരു പൂട പൂട പോലും ഇല്ലല്ലേ? അമ്മച്ചിയും മക്കളും ഒക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദർ ടെസ്റ്റോ. ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ നിങ്ങൾ അന്വറേ സർ. ആ കിണർ എവിടെയാണ്? ദാ അതിവിടെ തൊട്ടടുത്താണ് സർ. ഇതിലും വാ. പോവാൻ സാർ. വാ
സർ ആ, എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ഈ വാക്യൂം ക്ലീനിങ്. പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാം. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്, അതങ്ങ് പെറുക്കിയിട്, ഗുണമുണ്ടാവും.